എനിക്കറിയാം അച്ഛൻ ചോദിക്കാൻ ഇറങ്ങില്ലാന്ന്. അച്ഛൻ ഇറങ്ങണമെങ്കില് അച്ഛന്റെ മോള് ദേവികയ്ക്ക് എന്തെങ്കിലും പറ്റണം. ആ നന്ദനും കൈയും കെട്ടിയിരിക്കുക. ഞാൻ പോവും അരുന്ധതിയുടെ വീട്ടിലേക്ക്. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അച്ഛൻ കണ്ടോ? നിക്കടെ എവിടെ? അമ്മ തടയണ്ട. ഈ ചന്ദ്രോത്ത് ആർക്ക് എന്ത് സംഭവിച്ചാലും അവരെ രക്ഷിക്കാൻ മുന്നിൽ നിന്ന ആളാ അമ്മ. എന്നിട്ട് അമ്മയെ പെരുവഴിയിൽ ഒരുത്തൻ ആക്ഷേപിച്ചപ്പോ വീട്ടിലുള്ളവരെല്ലാം മാളത്തിൽ ഒളിച്ചു. ഞാൻ ചോദിക്കാമേ? വേണ്ട, ആരോടും ഒന്നും ചോദിക്കാൻ പോണ്ട. അതെന്താ അമ്മേ? പേടിയാണോ ഇവിടെ ഉള്ളവർക്ക്? പേടിച്ചിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ല ഇവിടെ ആരും പ്രതികരിക്കാത്തത്. ഞാൻ തടഞ്ഞിട്ടാ. അമ്മ തടഞ്ഞിട്ടോ? അമ്മ എന്തിനാ തടഞ്ഞേ? അമ്മ ആരെങ്കിലും ആക്ഷേപിക്കാന്ന് വെച്ചാ അത് ഈ കുടുംബത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന പോലെയാ. അരുന്ധതിയുടെ മകൻ ഈ വീടിനെയാണ് ആക്ഷേപിച്ചതെങ്കിൽ വീടിന് വേണ്ടി ഞാൻ ചോദിക്കും. സമയമാവട്ടെ. സിദ്ധുവും നന്ദനും ദേവികയും ഒക്കെ പകരം ചോദിക്കാൻ ഇറങ്ങിയത് തന്നെയാ ഞാനാ തടഞ്ഞു നിർത്തിയേ. നീ ഇപ്പഴല്ലേ എത്തിയുള്ളൂ. ഇവരപ്പ തന്നെ ഇറങ്ങിയവരാ. നീ എന്താടി കരുതിയേ? പ്രഭയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾ കാഴ്ചക്കാരെ പോലെ അങ്ങ് ആസ്വദിക്കുമെന്നോ? ഗ്രഹനാഥന്റെ കടമകൾ എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ആദ്യം ഒരു മകളുടെ ഡ്യൂട്ടികളെ കുറിച്ച് നീ മനസ്സിലാക്ക്. വീട്ടിൽ അച്ഛനും അമ്മയെ സ്നേഹിക്കുക എന്നതാണ് അതിൽ പ്രധാനം. ഞാൻ അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നില്ലെന്നാണോ? അങ്ങനെ നീ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഓരോന്നും സംഭവിക്കുമ്പോ എന്നെ കുത്തി പറയില്ലായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ദേവിക്ക് വേണ്ടി മാത്രമേ ഞാൻ പ്രതികരിക്കുന്നല്ലേ പറഞ്ഞത്. അതിപ്പോ എല്ലാ കാര്യത്തിനും അച്ഛൻ അവൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അവളെ ശ്രദ്ധിക്കേണ്ട സമയമായത്. 4 പാട് ശത്രുക്കളാ. അവളുടെ പഴയ ഡ്രൈവർ അവളെ അപായപ്പെടുത്താൻ നോക്കി. എന്നിട്ട് നീ പ്രതികരിച്ചോ? നീ പണ്ടത്തെ ഒരു പോയിന്റും പിടിച്ച് നിൽക്കുക. അത്ര നല്ല സ്വഭാവമല്ല, മാറ്റിയെടുക്കണം. രജനി, അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ആ ഋഷിയോട് പകരം വീട്ടണം. ഞാനും നന്ദനും കൂടി ഇറങ്ങാം. ഒന്നും വേണ്ട രജനി. നന്ദൻ പല വിഷയങ്ങളിൽ പെട്ടിരിക്കുക. ഇനിയും അവന്റെ തലയിൽ ഭാരം ഒന്നും വെക്കണ്ട. ഋഷിയുടെ പ്രശ്നത്തിൽ നന്ദനെ വലിച്ചിടണ്ട. അത് ഞാൻ നോക്കിക്കൊള്ളാം. ആ, നീ വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. ഒന്ന് 2 ഏക്കറിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടമായത്. യക്ഷിയുണ്ടെന്നൊക്കെ കഥയുണ്ടായി. അയാൾക്കിത് വിൽക്കാനൊന്നും പറ്റുന്നില്ല. യഥാർത്ഥ ഉടമസ്ഥനാണെന്നുണ്ടെങ്കിൽ വിദേശത്തും. എടാ, നീ ആ ഋഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. നീ വാ. ഇവനെ എടാ, എനിക്ക് തോന്നേ ഇവനെ ഹോസ്പിറ്റലാക്കാന്ന. ഇത്രയും നേരമായിട്ടും ബോധം വന്നില്ലല്ലോ. കൊണ്ടുപോടാ കെവിനെ. ഇനി ആശുപത്രി കൊണ്ടുപോയി എല്ലാവരും അറിയും, കേസാവും. പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കില്ലേ? അവൻ ഉണരട്ടെ, ഒന്ന് സംസാരിച്ചൊരു വാണിംഗ് കൊടുക്കാം. എണീറ്റേ. എടാ, എവനിന് ബോധക്കേട് അഭിനയിക്കാണോ നമ്മളെ വരട്ടാൻ വേണ്ടി? അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. അതാലോചിച്ച് നീ വിഷമിക്കണ്ട. സത്യത്തിലേ ഇത്രയും കൊടുത്താ പോരാ.
എന്തായാലും ഏവ ഉണരട്ടെ. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മളെ പയ്യന്മാരൊന്ന് വിളിക്കട്ടെ. അവൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്ന പ്രശ്നമാണ്, അതൊന്ന് മാറ്റാനുള്ള സെറ്റപ്പ് ചെയ്യണം. എന്താ സി പി? ത്യാഗരാജ, ഒരു കാര്യം പറയാനാ വിളിച്ചേ. അതെ സി പി, ഒരു കാര്യം. മനുഷ്യനെ കൊച്ചാക്കുന്ന പോലുള്ള സംസാരമാണെങ്കിൽ വേണ്ട, താല്പര്യമില്ല. താൻ ചൂടാകാതുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വിളിച്ചേ. എന്താ? ഋഷി തന്നെ വിളിച്ചിരുന്നോ? മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാവാൻ എന്തിരിക്കുന്നു? മാഡത്തിന്റെ മകൻ ഋഷി തന്നെ വിളിച്ചിരുന്നോന്ന്? ഇല്ല, എന്താ കാര്യം? അല്ല, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. എന്ത് ഇഷ്യൂ? ഋഷിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത്? അവനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ഓഫീസിലായിരിക്കും, അവിടെ വിളിക്കേ. ഏയ്, ഓഫീസിലൊന്നും ഇല്ല. മാഡത്തോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. അങ്ങനെയൊക്കെ സംഭവിച്ചു? ആ, പ്രഭാവതിയെ അവഹേളിച്ച് ഋഷി സംസാരിച്ചില്ലേ, അതിനെ തുടർന്ന് വീട്ടിൽ സംസാരമുണ്ടായി. മാഡം ഋഷിയെ തല്ലി. യോ, കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. ഋഷി വീട് വിട്ടിറങ്ങി. ഇപ്പോ അവൻ എവിടെയാണെന്നൊന്നും അറിയില്ല. ഓ, മാഡത്തിനും കമ്പനിക്കും ഒക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നു. തന്റെ കരുനാക്കെടുത്ത് വളയ്ക്കാതെ. ഞാൻ കാര്യമായിട്ട് പറയുക, അവൻ ചില ലക്ഷ്യങ്ങളോടെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ അവനൊരു ശത്രു ഉണ്ടായിരുന്നു, പ്രഭാവതി. ഇപ്പോ ശത്രുക്കൾ രണ്ടാ. ആ ദേവികയും ഋഷിയുടെ ശത്രുവാ. ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ സി പി. അതെ, എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തണം. അവന്റെ ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ച് അവനെക്കുറിച്ച് അന്വേഷിക്കണം. അതുപോലെ അവൻ തന്നെ വിളിക്കുകയാണെങ്കിൽ ഉടൻ എന്നെ അറിയിക്കണം. അവൻ തന്നെയാണ് വിളിക്കുന്നതെങ്കിൽ എന്നെ അറിയിച്ചേക്കണം. ശരി ശരി, എന്തായാലും സജീവമായിട്ട് അന്വേഷിക്കണം. നമുക്ക് ഋഷിയെ കണ്ടുപിടിച്ചേ പറ്റൂ. കുഞ്ഞേ, ഭാർഗവി ആന്റി വാ. പ്രഭക്കുഞ്ഞില്ലേ മോളെ? അമ്മ പുറത്തു പോയിരിക്കുക, ഇപ്പൊ വരും. മോള് ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കുറച്ചുമുമ്പ് വന്നതാ. ആ അരുന്ധതിയുടെ മോൻ അമ്മയോട് കാണിച്ചതിനെ കുറിച്ച് തിരക്കാനായിട്ട്. അതിന്റെ ഒരു തർക്കവും ബഹളവും ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ആന്റി പറ, ആ ഋഷി ചെയ്തതിന് പകരം ചോദിക്കണ്ടായിരുന്നോ? കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അമ്മ എല്ലാരെയും സമാധാനിപ്പിച്ച് നിർത്തിയെന്നാ പറയുന്നത്. പക്ഷെ അത് പാടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ കലി കയറി നിക്ക. അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് 10 ചോദിക്കണമെന്നുണ്ട്. അവന്റെ കരണത്തൊന്ന് കൊടുക്കാൻ വേണം. വേണ്ട മോളെ, ബഹളൊന്നും വേണ്ട. പ്രഭക്കുഞ്ഞ് ചെയ്താ ശരി. പണ്ടത്തെ അവസ്ഥയല്ല, ഇതിപ്പോ MLA വീടാ. അതിന്റെ ഒരു കരുതല് വേണം. എനിക്ക് മനസ്സിലായി. അമ്മയും അച്ഛനും ഒക്കെ അവൾക്ക് വേണ്ടിട്ട് ഇപ്പൊ കീഴടങ്ങി കൊടുത്ത. അവൾ MLA എന്ന് വെച്ചിട്ട് ചന്ദ്രോത്തിന്റെ അന്തസ് വിട്ടുകൊടുക്കണോ ആന്റി? അത് വേണ്ട, മറുപടി കൊടുക്കുക തന്നെ വേണം. അത് പക്ഷേ സമയം സന്ദർഭം നോക്കി വേണം മോളെ. ദേവിക MLA ആയതോടെ ആന്റി ഉൾപ്പെടെ എല്ലാവർക്കും അവളോടൊരു ആരാധന വന്നേക്കുവാ. അവളെ നല്ല പിള്ള ആക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ എല്ലാരും നോക്കുന്നേ. ഞാനൊരു കാര്യം പറയാം ആന്റി, ഇന്നല്ലെങ്കിൽ നാളെ അരുന്ധതിയോട് ഞാൻ ചോദിച്ചിരിക്കും, ഉറപ്പാ. ചില കാര്യങ്ങൾ നേരിട്ട് പറയാൻ വേണ്ടിട്ടാ ഞാൻ കാത്തുനിന്നത്. ഋഷിയെ കൊണ്ട് ഇനിയൊരു ഉപദ്രവം ഉണ്ടാവില്ല. എന്തിനാ അതൊരു ഔദാര്യം പോലെ പറയുന്നത്? ആർക്കവനെ പേടി? പ്രഭാവതിക്ക് പേടിയില്ലായിരിക്കും,
പക്ഷേ അരുന്ധതിക്ക് അവനെ പേടിയുണ്ട്. പറഞ്ഞത് ചെയ്യുന്നവനവൻ. കൊല്ലുന്നു പറഞ്ഞാ കൊന്നിരിക്കും. പക്ഷേ എനിക്ക് മരിക്കാൻ ഭയമില്ലെങ്കിലോ? തർക്കിച്ച് ജയിക്കാൻ വേണ്ടി മരിക്കാൻ പേടിയില്ലെന്നും പകരത്തിന് പകരം എന്നൊക്കെ വാചകടിക്കും. ഋഷി അമ്പലത്തിൽ വെച്ച് ഒന്ന് പേടിപ്പിച്ചപ്പോ വല്ലാതങ്ങ് തളർന്നു പോയതല്ലേ. അപ്പൊ പിന്നെ ജീവൻ എടുക്കാൻ തുടങ്ങുമ്പോ എന്തായിരിക്കും അവസ്ഥ? വരണ്ടു പോയോ? ആര്? ഞാൻ ആരാണെന്നും പക വീട്ടാൻ ഞാൻ ഏതറ്റം വരെ പോകുമെന്നും വ്യക്തമായി അറിയാവുന്ന 2 മനുഷ്യജീവികൾ നിന്റെ മകനും നീയുമാ. അന്ന് അമ്പലത്തിൽ ഞാൻ ക്ഷമിച്ചു നിന്നത് എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ വീട്ടുകാർക്കൊരു അവസരം ഉണ്ടാക്കണ്ട എന്ന് കരുതിയ. ഒരു തമാശക്കളിയായി അവരിതിനെ കരുതിക്കോട്ടെ എന്ന് വെച്ചിട്ടാ പകരം ചോദിക്കാൻ ഇറങ്ങിയ അവരെ ഞാൻ തണുപ്പിച്ചു നിർത്തിയത്. പക്ഷെ അമ്മായിക്ക് വേണ്ടി ചോദിക്കാൻ മരുമകൾ വന്നിരുന്നല്ലോ. എന്താ? അഭിനയിക്കണ്ട. എനിക്ക് മുന്നറിയിപ്പ് തരാൻ ദേവികയെ നീ പറഞ്ഞയച്ചതല്ലേ. അമ്മായിക്ക് വേണ്ടി ഇത്രയും ശക്തിയായിട്ട് വാദിക്കുന്ന ഒരു മരുമകളെ ഈ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനിയും ആവർത്തിച്ച എന്നെയും ഋഷിയെയും വെച്ചേക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൾ മടങ്ങിയത്. എനിക്ക് സന്തോഷായി. ഞാൻ എല്ലാവരെയും നിരുത്സാഹപ്പെടുത്തിയതേ ഉള്ളൂ. പക്ഷെ എന്നെ അറിയിക്കാതെ അവൾ വന്നു. നീ തന്നെ അതെന്നോട് പറയുകയും ചെയ്തു. മതി. എനിക്ക് വേണ്ടി മക്കളും ഭർത്താവും ചോദിക്കാൻ ഇറങ്ങുന്നതിനേക്കാൾ അഭിമാനം തോന്നുകയാ ദേവിക വന്നു എന്നറിഞ്ഞപ്പോ. പിന്നെ നീ പറഞ്ഞതിലൊരു പെശകുണ്ട്. അവൾ എനിക്ക് മരുമകളല്ല, മകളാ. ലോകത്താരും ഇനി എന്നോടൊപ്പം നിന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി എന്റെ ദേവിക ഉണ്ടായിരിക്കും. അന്ന് ഞങ്ങൾക്കെതിരെ രാധാമണിയെ അയച്ചപ്പോ എങ്ങനെയാ അവള് നേരിട്ടതെന്ന് കണ്ടല്ലോ. അതുകൊണ്ട് നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ആളും തരവും കണ്ടു കളിക്കുക. ഒരു ദേവികയെ കണ്ടോണ്ട് നീ അങ്ങനെ വലിയ ആളാവണ്ട. നിന്നോട് പകരം ചോദിക്കുന്ന ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനിടയിൽ എൻ്റെ മകനെ ഒരു കണ്ണിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത് അവനെ കൊണ്ട് ഇനിയൊരു ഭീഷണി ഉണ്ടാവില്ല എന്ന്. അവനെ ഈ നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. ആണോ? അത് നന്നായി. അവന്റെ തടി കേടാവാതിരിക്കാൻ അത് നല്ലതാ. എന്റെയും കുടുംബത്തിന്റെയും കണ്ണെത്താത്ത സ്ഥലത്ത് തന്നെ മാറ്റിക്കോ. കളിയാക്കുകയാണോ? പക തീർത്തേ അടങ്ങൂന്നും പറഞ്ഞ് വാശി പിടിച്ച് നിന്ന അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് ഞാനാ. എന്നിട്ടും വെല്ലുവിളിക്കുകയാണെങ്കിൽ അവനോട് വരാൻ പറയാം. വരാൻ പറയണ്ട, വരുത്തും. അന്നവൻ ചന്ദ്രമതിയുടെ മുൻപിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ മനസ്സിലത് മായാതങ്ങനെ കിടക്കും. സംഭവം നടന്ന സ്ഥലത്ത് തന്നെ ഞാൻ അവനെ വരുത്തും. നീ കാത്തിരുന്നു. കാത്തിരിക്കെ തന്നെ ഞാനും നിന്റെ അന്ത്യം കാണാൻ. ചില കോമഡികൾ കേട്ടാ ഞാൻ പണ്ടും അങ്ങനെയാ. പരിസരം മറന്ന് ചിരിക്കും. അന്ത്യം കാണാൻ നിൽക്കുന്നു. നിന്റെയും അവന്റെയും അന്ത്യമെടുത്തതിന്റെ ലക്ഷണങ്ങളാ ഈ മോഹം. മുരളേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? ദേവിക അവിടെ നിൽക്കുകയല്ലേ? ഒറ്റയ്ക്ക് വന്ന് കഴിക്കുന്നത് മോശമല്ലേ? ഞാൻ ദേവികയെ വിളിച്ചതാ. വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്നാലും MLA പുറത്ത് നിർത്തി ഡ്രൈവർ അടുക്കള കയറി ഭക്ഷണം കഴിക്കാന്ന് വെച്ചാ? ഒന്ന് പോകേറി. MLA ഡ്രൈവറൊക്കെ പുറത്ത്. ഇവിടെ ദേവിക നമ്മുടെ കുട്ടിയാ. നീ പോയി അവളെ വിളിക്ക്, ഒരു ചായങ്കിലും കൊടുക്ക്. ചെല്. ആ വിനോദേ, ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്. സാംസ്കാരിക നിലയത്തിന്റെ പ്രോഗ്രാമിന് ഇനി സമയമുണ്ടല്ലോ. ആ അത് മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി മോളെ, ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് പോവാം. അയ്യോ ആന്റി, എനിക്ക് വേണ്ട. ഒന്നാമത് രാവിലത്തെ ആഹാരം കഴിച്ചത് തന്നെ 1 മണിക്കൂർ മുൻപാ. മുരളേട്ടനറിയാം.
റോഡിന്റെ ഉദ്ഘാടനം തൊട്ടടുത്തായതുകൊണ്ട് ഇവിടെ കൂടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അതിനിടയിൽ മുരളിയേട്ടന് ചെറുതായിട്ടൊന്ന് വിശക്കുന്നു പറഞ്ഞു. ദേവിക, ആ ഋഷിയുടെ ഭാഗത്തുനിന്ന് പിന്നെന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല ഗൗരി. അമ്മയെ വഴിയിൽ ആക്ഷേപിച്ചിട്ട് ആ വീഡിയോ ഇങ്ങനെ പരസ്യപ്പെടുത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. ഋഷി ഒരു നല്ല പയ്യനായിട്ടായിരുന്നു എന്റെ മനസ്സിൽ. എന്തായാലും പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അരുന്ധതി മാഡം അവനെ നിയന്ത്രിച്ചിട്ടുണ്ടാവണം. എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അവനിതിപ്പം 3-ാം വട്ടമല്ലേ. അവന്റെ രീതികൾ വെച്ചിട്ട് ഇനിയും അവൻ വരാനാ സാധ്യത. എല്ലാ കാര്യത്തിലും നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന അരുന്ധതി ഇപ്പൊ പൂർണ്ണമായിട്ട് എതിരായല്ലേ? പ്രഭാന്റിയെ കൊല്ലാൻ ഒരു സ്ത്രീയെ അയച്ചില്ലേ അവര്? ഞാൻ പക്ഷെ കൂടുതൽ ഭയപ്പെടുന്ന അവനെയാ, ഋഷിയെ. എനിക്കറിയാം ആന്റി. ഋഷിക്ക് ഇങ്ങനെ പ്രതികരിക്കാനൊക്കെ ശക്തി കിട്ടിയതിന് ഞാനാ കാരണക്കാരി. എന്തായാലും ഞാൻ അവനെ കാണുന്നുണ്ട്. എനിക്കവനോട് ചോദിക്കണം. വേണ്ട ദേവികെ, അവനോടൊന്നും ഇനി വലിയ അടുപ്പൊന്നും കാണിക്കണ്ട. മാറി നിന്നാ മതി. വരട്ടെ ഗൗരി, എന്തൊക്കെ സംഭവിക്കുന്നെന്ന് നോക്കാം. എന്തായാലും ഋഷിയെ ഞാൻ കാണും. എനിക്ക് അവനെ കൊണ്ട് ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയിപ്പിക്കണം. ഗൗരി, ഒന്നിങ്ങി വന്നേ. ദാ വരുന്നേ. ദേവികെ, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി. എന്നാലും പ്രഭകുഞ്ഞത് നല്ല രീതിയിലാ കൈകാര്യം ചെയ്ത്. ഋഷി വഴി തടഞ്ഞു നിർത്തി അവഹേളിച്ചിട്ടും ബഹളം വെക്കോ തിരിച്ചടിക്കോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാര് പ്രഭകുഞ്ഞിന്റെ ഭാഗത്തെ ന്യായം കണ്ടേ. അമ്മയുടെ സ്വഭാവം ഇപ്പൊ ആകെ മാറി. ആ, കുടുംബത്തിന്റെ സന്തോഷത്തിനും ഉറപ്പിനും ഒക്കെ വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യുക. എന്നോട് സ്വന്തം മോളെ പോലെയുള്ള സ്നേഹ. ആ, പഴയ പ്രഭകുഞ്ഞായിരുന്നെങ്കി ഋഷി അപ്പൊ തന്നെ വിവരം അറിഞ്ഞേനെ. നന്ദുവിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ഋഷിയെ കൈകാര്യം ചെയ്യാനായിട്ട് തന്നെ ഒരുങ്ങിയതാ. പിന്നെ ഞാൻ തണുപ്പിച്ചു. ഇപ്പോഴും ഋഷിയോടുള്ള പക നന്ദുവിന്റെ ഉള്ളിലുണ്ട്. ആ അരുന്ധതിയും കുടുംബവും ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. മോള് വാ വാ. ഋഷി കണ്ണൂർക്ക് നന്ദ, നന്ദ, ഇതാ ഞാൻ പറഞ്ഞ പയ്യന്മാര്. ദേ, ഇതെന്റെ ഫ്രണ്ട് നന്ദൻ. എന്നെ പോലെ തന്നെ കണ്ടാ മതി. ഇതിപ്പോ എന്താ സംഭവം? ഇവൻ എന്താ പറ്റിയേ? ഈ കിടക്കുന്നവനാ ഋഷി. നന്ദന്റെ അമ്മയെ ആക്ഷേപിച്ചു. അതിന്റെ ചില പ്രശ്നങ്ങൾ. ഇടി കൊണ്ട് അവന്റെ ബോധം പോയി. ഇപ്പൊ ഉണരുന്നില്ല. ആശുപത്രി കൊണ്ടുപോയാ നമുക്ക് പണിയാവും. സാറൊന്ന് മാറിയേ. എഴുന്നേറ്റേ. എഴുന്നേക്കാൻ വെള്ളം എടുത്തുണ്ടോ? എഴുന്നേക്ക്. എഴുന്നേക്കടാ. ഇവന് ബോധം വന്നു കഴിഞ്ഞാൽ കുറച്ച് സമാധാനത്തിൽ സംസാരിച്ച് പറഞ്ഞുവിടാം. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് കെവിൻ കേൾക്കുന്നില്ല. നമുക്ക് നോക്കാം സാറേ. എന്നെ തല്ലി അല്ലടാ. മതി, നീ ഓവറായി സംസാരിച്ചോണ്ടാ നന്ദന് തല്ലേണ്ടി വന്നേ. ഇനി കൂടുതൽ സംസാരിച്ച് കുളവാക്കണ്ട. വേഗം സ്ഥലം വിട്. ദേ, നിന്റെ ബൈക്ക് പുറത്തിരിപ്പുണ്ട്. വേഗം പൊക്കോ. സ്ഥലം വിടാനോ? എന്നെ തല്ലി ബോധം കെടുത്തിട്ട് ഇപ്പൊ സ്ഥലം വിടാനോ?
ഇല്ലടാ, പോകുന്നില്ല. രണ്ടിലൊന്നും അറിയട്ടെ. ഋഷി, ഇങ്ങോട്ടും അങ്ങോട്ടുള്ളത് കഴിഞ്ഞു. ഇപ്പൊ എനിക്കൊരു സമാധാനം കിട്ടി. ഇനി നീ പൊയ്ക്കോ. നിനക്ക് സമാധാനം കിട്ടി കാണും, പക്ഷെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല. കണക്കുകൾ മുഴുവൻ തീർന്നില്ലടാ. നിന്നെയൊക്കെ ഞാൻ തീർക്കൂടാ. എടാ നോക്ക്, ഒരു അവതാരം കൊണ്ട് വെറുതെ വിടാന്ന് വെച്ച് നിൽക്കുമ്പോ നീ പണി ചോദിച്ചു വാങ്ങരുത്. നീ പൊയ്ക്കോ. ഇല്ലടാ, നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മുൻപ് അമ്പലത്തിന്റെ നടയിൽ വെച്ച് നീ തല്ലിക്കരയിച്ച ഋഷി അല്ലടാ ഞാൻ. അന്ന് തല്ലിയതിനും കൂടെ ചേർത്ത് ഇന്ന് ഞാൻ തിരിച്ചു തരും. പിടിച്ച് കേട്ടടാ അവനെ. സംസാരിച്ച് വിടാന്ന് വെച്ചപ്പോ അവന്റെ ഒരു ഷോ കാണിക്കല്. നോക്ക്, നീ ആ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചത് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലടാ. ഞാൻ വിടില്ല.